ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് ഇന്നിവിടെ ദീപാവലി മേളയുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ദീപാവലി മേളയ്ക്ക് പോകാൻ പോവാണ്. അങ്ങനെ ജിപ്സി എത്തി. ഞാനും അമൃതയും കുഞ്ഞാപ്പിയും കണ്ണേട്ടനും ചേട്ടനും കയറി. ഇനി രേഷ്മേച്ചിയും ദീപചേട്ടനെയും വിളിക്കാൻ പോകണം. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ അതേ മേളയിലെത്തി. ഇതാണ് മേളയുടെ എൻട്രി. അങ്ങനെ മേളയുടെ അകത്ത് കയറുമ്പോൾ ആദ്യമേ നമ്മൾ കണ്ടത് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളാണ്. രണ്ട് സൈഡിലും അപ്പുറം ഇപ്പുറം ആനയൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് അകത്തോട്ട് കാരണം തേണ്ട ഈ ഒരു കൊച്ചു ഗ്രൗണ്ടിലാണ് ഇവിടെ എല്ലാം ഒരുക്കിയിരിക്കുന്നത്. അത് തന്നെ അകത്തോട്ട് കയറുമ്പോൾ മെയിനായിട്ട് ഫുഡ് കോർട്ടാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഓരോ യൂണിറ്റിൻ്റെ ബേസ് ചെയ്ത് ഓരോ തരത്തിലുള്ള ഫുഡുകളാണ് ഇവിടെ ഫസ്റ്റ് റോയിൽ തന്നെ ഒരുക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ ഇവിടെ മറ്റേ കുറി ഉണ്ടായിരുന്നു. കുറി നോക്കി അതിൽ നിന്ന് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടു. ഞങ്ങൾ നേരെ ഫുഡിൻ്റെ ഓരോ കൗണ്ടർ ഇങ്ങനെ നടന്നു. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് ലിട്ടി ചോക്കയും ഗുലാബ് ജാമുൻ കഴിച്ചു. ഹിന്ദിക്കാരുടെ ഒരു മെയിൻ ഡിഷ് തന്നെയാണിത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് നടന്നു. കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള സ്വീറ്റ്സും പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കാശ്മീരിലെ മെയിനായിട്ടുള്ള വാൾനട്ട് ഉണ്ടായിരുന്നു. അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഗെയിംസ് ആയിരുന്നു പകുതിയുള്ളത്. ഇത് റിങ് എറിയുന്ന ടൈപ്പിലെ ഗെയിംസ്. ഇത് മിക്കടുത്ത് നമ്മൾ കാണുന്ന ഗെയിം തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതേപോലെ ഇങ്ങനെ ഫോട്ടോയ്ക്കകത്ത് പൈസ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഞാരോ കറക്കുമ്പോൾ കിട്ടുന്ന എന്തോ സാധനമായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ആ ഒരു പോയിന്റിൽ ഇതെടുത്ത് എറിയുന്ന ടൈപ്പ് ഗെയിം. പിന്നെ ബിയർ ബോട്ടിലിനകത്ത് ഇതേപോലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ആ അടപ്പ് പൊക്കുന്ന ടൈപ്പിലുള്ള ഗെയിം. അങ്ങനെ പല രീതിയിലുള്ള ഗെയിംസ് ആയിരുന്നു ഇവിടെ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ലൈവ് പാട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ ഫോട്ടോ എടുക്കാനുള്ള ഇതുണ്ടായിരുന്നു. അമൃതയും കണ്ണേട്ടനും അവിടെ സ്ഥാനം പിടിച്ച് ഫോട്ടോ എടുക്കാൻ. അതൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ മത്സരം ഉണ്ടായിരുന്നു. ഓടി വന്ന് ജിലേബി കടിച്ചു പിടിക്കുന്നത്. അങ്ങനെ മത്സരവും കണ്ടു ഞങ്ങൾ. പിന്നെ തിരിച്ച് ഈവനിങ് ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അവിടുത്തെ ഒരു ഫുഡ് കോർട്ടിൽ നിന്ന് ഞങ്ങൾ ചോള ഭട്ടൂരിയും ബിരിയാണിയാണ് വാങ്ങിച്ചത്. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ഓർത്തായിരുന്നു ഞങ്ങൾക്ക് ഫുഡ്. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയവരുടെ കസേരക്കളിയായിരുന്നു. അങ്ങനെ കസേരക്കളിയും കുറച്ചു നേരം കണ്ടിരുന്നു. ചാക്കിലോട്ടം അങ്ങനത്തെ ഓട്ട മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കുറച്ചു നേരം കണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ ലക്കി ഡ്രോ വിന്നറിൻ്റെ അതിൻ്റെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അത് നോക്കി നമുക്കൊന്നും കിട്ടിയില്ല. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും സൈക്കിളും ബൈക്കും ഒക്കെ ഉണ്ടായിരുന്നു.